കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരും. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകരുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കും. പ്രളയബാധിത പ്രദേശത്തെ കാർഷിക വായ്പകൾക്ക് ഈ വർഷം ഡിസംബർ 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളെയും ഉൾപ്പെടുത്തണം. നിലവിൽ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് കമ്മീഷന്റെ പരിധിയിലുള്ളത്. കൂടാതെ കാർഷിക വായ്പകൾ പുനർവായ്പയായി ക്രമീകരിക്കണമെന്നും സർക്കാർ യോഗത്തിൽ ആവശ്യപ്പെടും. റഫേലിൽ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയത് ചെലവ് വർദ്ധിച്ചെന്ന് കണ്ടെത്തൽ. ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവിനെതിരായ പുനഃപരിശോധന ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വിശദമായ വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. റഫാലിൽ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയത് ചെലവ് വർദ്ധിച്ചെന്നാണ് പുതിയ കണ്ടെത്തൽ. ഒരു ദേശീയ ദിനപത്രം തന്നെ വാർത്തകൾ പുറത്തുവിടുന്നു. എന്താണ് വിശദമായ വിവരങ്ങൾ സന്തോഷ്? നൃപൻ, 2016 ജൂലൈ 21 ഇന്ത്യൻ നെഗോസിയേഷൻ ടീം ഏറ്റവും അവസാനമായി റാഫേലിന്റെ വില നിശ്ചയിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് നൽകുന്നത്. ഇതുപ്രകാരം മുൻപ് UPA കാലത്ത് നിശ്ചയിച്ചതിനേക്കാൾ 246.11 മില്യൺ അധിക ചെലവ് റഫേലിന് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് UPA കാലത്തേക്കാൾ ചിലവ് കുറഞ്ഞു എന്ന NDA വാദം തന്നെ തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ എങ്ങനെയാണ് ചിലവ് കൂടിയത് എന്ന് സംബന്ധിച്ച വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പ്രകാരം നിലവിൽ ഫ്രഞ്ച് ഭാഗത്ത് നിന്ന് ദസോൾട്ട് ഏവിയേഷൻ ബാങ്ക് ഗ്യാരണ്ടി മുന്നോട്ട് വയ്ക്കണമായിരുന്നു. എന്നാൽ ഈ ബാങ്ക് ഗ്യാരണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ സമാന്തര ഇടപെടൽ വഴി ഒഴിവാക്കപ്പെട്ടു. ഈ ബാങ്ക് ഗ്യാരണ്ടിയുടെ ചിലവ് 574 മില്യൺ ആയിരുന്നു. ഇത് പ്രകാരം ബാങ്കുകളിൽ നിന്ന് 2.2% വാർഷിക കമ്മീഷൻ ലഭിക്കും. അങ്ങനെ മൊത്തം 7.28 കമ്മീഷൻ ലഭിക്കേണ്ടതായിരുന്നു. ഇത് പ്രകാരം അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം 246 മില്യന്റെ ലാഭം ഇന്ത്യക്ക് നേടാമായിരുന്നു. എന്നാൽ അത് ഇല്ലാതാക്കി ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയതിലൂടെ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കാൻ പറ്റില്ല എന്ന കർശന നിലപാട് ഇന്ത്യൻ നെഗോസിയേഷൻ ടീം എടുക്കുകയും ഇത് ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിന്നീട് 2016 സെപ്റ്റംബറിന് തൊട്ട് മുമ്പ് ചേർന്ന പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഈ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കപ്പെട്ട. ഇത് ദുരൂഹം എന്നാണ് ഇപ്പോൾ ഹിന്ദു ദിനപത്രം പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഒഴിവാക്കി എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഇപ്പോഴും നൽകുന്നില്ല. ചെലവ് വർദ്ധിച്ചു, ഇന്ത്യൻ ബഡ്ജറ്റ് തന്നെ ഇക്കാര്യത്തിൽ വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഈ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ റഫേലിന്റെ എണ്ണം കുറച്ചു, വില കൂട്ടിയ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സന്തോഷ്, കോടതിയിൽ നൽകിയ വിവരങ്ങൾ പോലും തെറ്റാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ദേശീയ ദിനപത്രത്തിന്റെ പുറത്തുവിട്ട വിവരങ്ങൾ. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുക? നൃപൻ, ഇത് സംബന്ധിച്ച് എന്തായാലും നമുക്ക് ഒരു കാര്യം എടുത്തു പറയാൻ കഴിയും. നിലവിൽ CAG റിപ്പോർട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ മുന്നോട്ട് വെച്ചത് പ്രകാരം വില കുറയുകയല്ല ഇക്കാര്യത്തിൽ ചെയ്തത്. മൊത്തത്തിലുള്ള ഇന്ത്യൻ ചെലവ് തന്നെ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് ഓരോ വിമാനങ്ങളിലും അധികമായി ഘടിപ്പിക്കേണ്ട വെപ്പനറി സിസ്റ്റത്തിന് വില വർദ്ധിച്ചു എന്നാണ്. പക്ഷെ അതല്ല ഇപ്പോൾ വർദ്ധിക്കാൻ കാരണം. ഇത് സമാന്തരമായി പ്രധാനമന്ത്രിയുടെ ഓഫീസും കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇടപെട്ടതു പ്രകാരം ഒഴിവാക്കപ്പെട്ട ബാങ്ക് ഗ്യാരണ്ടി വഴിയാണ് ഇന്ത്യൻ ചെലവ് വർദ്ധിച്ചിരിക്കുന്നത്. UPA കാലത്ത് 126 വിമാനത്തിന് ഉണ്ടായ ചെലവിനേക്കാൾ അധികമാണ് വെറും 36 റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. റഫേൽ ഇതിൽ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയതിൽ വൻ നഷ്ടമുണ്ടായി എന്ന പുതിയ വെളിപ്പെടുത്തലാണ് ദേശീയ ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ മുഴുവൻ പൊളിയുന്നതാണ് അവസ്ഥ. അതിനെ സംബന്ധിച്ച റിപ്പോർട്ടാണ് നമ്മുടെ ഡൽഹി ലേഖകൻ സന്തോഷ് സെർലിംഗ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. അയോധ്യ ഭൂമി തർക്ക കേസ് വീണ്ടും മധ്യസ്ഥ ചർച്ചകൾക്ക് വിടണമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കും. തർക്കപരിഹാരത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. അയോധ്യയിൽ തർക്കത്തിലുള്ള 2.77 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് 6 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ആഴ്ച മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തർജ്ജമയുടെ കൃത്യത സുന്നി വഖഫ് ബോർഡിന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസ് മാറ്റിയത്. ഈ കാലയളവിനുള്ളിൽ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് കോടതി നോക്കുന്നത്. കേസിൽ വാദം കേൾക്കുന്നതിനിടെ സമവായ നീക്കമെന്ന ആശയം ജസ്റ്റിസ് SA ബോബ്ഡെയാണ് മുന്നോട്ട് വെച്ചത്.
അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും തർക്കം പരിഹരിക്കാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഈ നീക്കം. ഇത് ഭൂമി തർക്കമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്നായിരുന്നു സുന്നി വഖഫ് ബോർഡിന്റെ പ്രതികരണം. നിർദ്ദേശത്തോട് രാമജന്മഭൂമി ന്യാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു കക്ഷികൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. തുടർന്നാണ് ഈ വിഷയം മാത്രം തീരുമാനമെടുക്കാൻ കേസ് ഇന്ന് പരിഗണിക്കാൻ നിശ്ചയിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ചർച്ചകൾക്ക് അനുകൂലമായി ഉത്തരവിടുകയാണെങ്കിൽ കോടതി തന്നെ മധ്യസ്ഥനായി ഒരാളെ നിയോഗിക്കും. മധ്യസ്ഥയിലൂടെ വിഷയം പരിഹരിച്ചൂടെയെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ജെ.എസ്. ഗഹാർ നേരത്തെ ചോദിച്ചിരുന്നു. തുടർന്ന് ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അയോധ്യ കേസ് അന്തിമമായി തീർപ്പാക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി ഉജ്ജ്വല ഗ്യാസ് യോജന എന്ന പദ്ധതി പൂർണ്ണ വിജയമാണെന്ന കേന്ദ്ര സർക്കാർ വാദം പൊള്ളയാണെന്ന് ആൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൺ അസോസിയേഷൻ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഗ്യാസ് കണക്ഷൻ അപേക്ഷ കെട്ടിക്കിടക്കുകയാണെന്നും ആദ്യ ഉപയോഗത്തിന് ശേഷം ഗ്യാസ് വീണ്ടും നിറയ്ക്കാൻ സബ്സിഡികൾ ലഭിക്കുന്നില്ലെന്നും കുടുംബങ്ങളുടെ പരാതി. രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 5 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുക എന്ന ഉദ്ദേശത്തോടെ 2016 മെയിലാണ് BJP സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വൽ ഗ്യാസ് യോജന പദ്ധതി നടപ്പിലാക്കിയത്. കണക്ഷനോടൊപ്പം ചെലവ് വളരെ കുറഞ്ഞ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഗ്യാസ് അടുപ്പ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കുറഞ്ഞത് 6 മാസത്തെ ഉപയോഗത്തോടെ ഈ അടുപ്പുകൾ പൂർണ്ണമായി നശിക്കുകയാണ്. These subsidies are not being given. The refills, the gas won't last forever. So the refill has to be got at a subsidized rate. But in fact, an unsubsidized refills are being given, which costs anywhere between 950 rupees to 1000 rupees. So most of the poor families cannot avail of refilling. Secondly, the quality of the stoves that have been given are extremely bad. They do not just last. ജനങ്ങളെ പറ്റിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഉപയോഗശൂന്യമായ അടുപ്പുകളും കൊണ്ട് വനിതകൾ കർണാടകയിൽ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. പദ്ധതി പൂർണ്ണ വിജയമാണെന്ന് കാണിക്കാൻ രാജ്യമൊട്ടാകെയുള്ള പെട്രോൾ പമ്പുകളിൽ പരസ്യ ഫ്ലക്സുകൾ വെക്കുക മാത്രമാണ് മോദി സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന് ആൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൺ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. അപേക്ഷ നൽകിയിട്ടും ഇപ്പോഴും ഗ്യാസ് കണക്ഷൻ ലഭിക്കാത്ത കുടുംബങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. सिलेंडर को लिए जो मोदी ने आगे करा कि इतना सिलेंडर ही मिलेगा, तो वो सिलेंडर मिला ही नहीं. कोई किसी को जो फार्म भरा उनका भी कोई पास हुआ, कोई नहीं हुआ. वो कॉलोनी के अंदर कम से कम 500-600 फार्म भरा, एक भी के पास नहीं हुआ है. ഗ്യാസ് നിറയ്ക്കാൻ മാസം 1000 രൂപയോളം ചെലവ് വരുന്നത് താങ്ങാനാവാതെ ഇന്ത്യയിലെ പല കുടുംബങ്ങളിലും ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സബ്സിഡി നൽകാത്തതോടെ പുകയില്ലാത്ത അടുക്കള എന്ന മോദിയുടെ ആശയം വെറും പ്രഹസനം മാത്രമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനിയൊരു ഇടവേള. സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ആദ്യ ചികിത്സാ കാർഡ് വിതരണം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഈ പദ്ധതി പ്രകാരമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. 41 ലക്ഷം കുടുംബങ്ങൾക്കാണ് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. KASP പദ്ധതിയുടെ ചികിത്സാ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൂവച്ചൽ സ്വദേശികളായ റെജിൻ, ഇന്ദിര എന്നിവർക്കാണ് ആദ്യ ചികിത്സാ കാർഡ് നൽകിയത്. നിലവിൽ RSBY ചിസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളും ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അതുകൊണ്ട് ഈ പദ്ധതി ഏപ്രിൽ 1-ാം തീയതിയോടുകൂടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഇതിനാവശ്യമായിട്ടുള്ള കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. സർക്കാർ നിയോഗിച്ച ഡോക്ടർ C. നാരായണ ചെയർമാനായുള്ള വിദഗ്ധ സമിതി ശുപാർശ പ്രകാരം പാക്കേജ് നിരക്കുകൾ സർക്കാർ ഇതിനോടകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം പദ്ധതിയിൽ 1824 മെഡിക്കൽ പാക്കേജുകളുടെ നിരക്കുകൾക്കാണ് അംഗീകാരവും നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വർഷത്തെ വാർഷിക ഹയർ സെക്കൻഡറി പരീക്ഷ ഇന്ന് ആരംഭിക്കും. +1, +2
VHSC വിഭാഗങ്ങളുടെ പരീക്ഷകൾ പതിവ് പോലെ രാവിലെയാണ് നടക്കുക. +2-വിൽ ഈ വർഷം ആകെ 4,59,617 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. +1-ന് ആകെ 4,43,246 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. മാഹി, ലക്ഷദ്വീപ്, ഗൾഫ് ഉൾപ്പെടെ 2033 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം NIC രൂപകൽപ്പന ചെയ്തിട്ടുള്ള വൺ എക്സാം എന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉത്തരക്കടലാസുകൾ പുസ്തക രൂപത്തിലേക്ക് മാറുന്നു എന്ന പ്രത്യേകതയും ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഉണ്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും. വിവിധ സംസ്ഥാനങ്ങളുടെ സഖ്യങ്ങളും CPI ദേശീയ നേതൃത്വം അന്തിമ രൂപം നൽകും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം നൽകാൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. പാർട്ടി ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിൽ ഇന്നലെ ചേർന്ന CPI ദേശീയ സെക്രട്ടേറിയറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ റിപ്പോർട്ട് വിലയിരുത്തി. തെലങ്കാനയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യത്തോടൊപ്പം നിന്നാണ് CPI സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നാണ് പൊതുധാരണ. തെലങ്കാനയിൽ CPIM നേതൃത്വം നൽകുന്ന ബഹുജൻ ലെഫ്റ്റ് ഫ്രണ്ടിലേക്ക് CPIയെ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി ക്ഷണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അന്തിമ രൂപം നൽകും. കേരളത്തിൽ 4 സീറ്റുകളിൽ സംസ്ഥാന ഘടകം സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ദേശീയ എക്സിക്യൂട്ടീവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ഇടതുമുന്നണി ഉഭയകക്ഷി യോഗങ്ങൾ ഇന്നും തുടരും. ഇന്നലെ JDSഉം ലോക് താന്ത്രിക് ജനതാദളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് മറ്റ് കക്ഷികളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി വിവിധ CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഇന്ന് യോഗം ചേർന്ന് ധാരണ വരുത്തും. നാളെ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരും. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടന പിളർപ്പിലേക്ക്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനാണ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ പുറത്തായതോടെയാണ് സംഘടന പിളർപ്പിലേക്ക് നീങ്ങുന്നത്. ആരോപണം ഉന്നയിച്ചവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തു വന്നതോടെയാണ് സംഘടന പിളർപ്പിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. 2017-18 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പ്രകാരം 5.79 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഒരു വിഭാഗം അസോസിയേഷൻ നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ലഘുരേഖ ഇറക്കിയതിന്റെ പേരിൽ 6 പേരെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ സർക്കാർ പരിശോധിക്കണമെന്ന ആവശ്യമാണ് പുറത്തായവർ ഉന്നയിക്കുന്നത്. അസോസിയേഷൻ അക്കൗണ്ടുകൾ എല്ലാ വർഷവും സർക്കാരിന് സമർപ്പിക്കണമെന്നുള്ളതാണ് ചട്ടം. അത് സർക്കാരിന് അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയും. സർക്കാരിന്റെ ഇടപെടലും ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. സംഘടനാ ഭാരവാഹികളായ ബെൻസി, ശ്രീകുമാർ എന്നിവർക്ക് നേരെയാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത്. അംഗങ്ങൾ നൽകിയ വരിസംഖ്യ കൈപ്പറ്റിയിട്ടും 3 മാസമായി ഇതിന്റെ രസീത് പോലും നൽകിയിട്ടില്ല എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത്. സംഘടനയിലെ ഇത്തരം ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കാൻ പുതിയ സംഘടന രൂപീകരിക്കാനും തയ്യാറാണെന്ന് ഇവർ പറയുന്നു. പുതിയ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനായി രൂപമെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുൻകൈയെടുക്കും. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ വലിയ തട്ടിപ്പുകളും ക്രമക്കേടുകളും നടക്കുന്നുവെന്ന് നേരത്തെ ഇടതു സംഘടനകളും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവന്നതോടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിന് 2ാം സീറ്റ് നൽകാനാവില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കൊച്ചിയിൽ ചേർന്ന 3ാം വട്ട ചർച്ചയിലാണ് കോൺഗ്രസ് നേതാക്കൾ അന്തിമ തീരുമാനം കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. എന്നാൽ ഒരു സീറ്റിൽ ഒതുക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന് KM മാണിയും നിലപാടെടുത്തു. അതേസമയം കേരള കോൺഗ്രസുമായി ഇനി ചർച്ചയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അങ്ങനെയെങ്കിൽ തങ്ങളുടെ തീരുമാനമെന്തെന്ന് 7-ന് ചേരുന്ന പാർട്ടി യോഗത്തിന് ശേഷം അറിയിക്കാമെന്ന് KM മാണിയും യോഗത്തിൽ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ UDF-നകത്ത് വലിയ പൊട്ടിത്തെറിക്കാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. 2ാം സീറ്റ് കിട്ടിയേ മതിയാകൂ എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒരു സീറ്റ് മാത്രം തന്നു തങ്ങളെ ഭിത്തിയോട് ചേർത്ത് ഒതുക്കാമെന്ന് കരുതേണ്ടെന്ന് KM മാണി ചർച്ചയിൽ ആഞ്ഞടിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന് കോൺഗ്രസും ആവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് നേതാക്കൾ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. UDF തീരുമാനം കേരള കോൺഗ്രസ് അംഗീകരിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ
മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട കാര്യം. അത് കേരള കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങളുടെ അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയുണ്ടായി. ഞങ്ങൾ ഈ കാര്യങ്ങൾ കേരള കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ചു. അവരുടേതായ രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കും, കമ്മിറ്റി കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സീറ്റിൽ ഒതുക്കാനുള്ള തീരുമാനത്തോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കിയ കെ എം മാണി അന്തിമ തീരുമാനം പാർട്ടി യോഗത്തിന് ശേഷം പറയാമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു. 20 സീറ്റ് UDF-നുണ്ട്. ഇത്രയും നാളായിട്ട് ഒരു സീറ്റിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നു. ഞങ്ങൾക്ക് 2 സീറ്റ് വേണം എന്ന് പറഞ്ഞത് ന്യായയുക്തമായ ഒരു നിലപാടാണ്. ആ 2 സീറ്റിനുള്ള അർഹത ഞങ്ങൾക്കുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. ഞങ്ങൾക്ക് തന്നാൽ UDF നന്നായിരിക്കും, നേടിയെടുക്കും, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് 2 സീറ്റ് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. ഒരു സീറ്റ് കൊണ്ട് മാണി വിഭാഗം തൃപ്തിപ്പെട്ടേക്കുമെങ്കിലും PJ ജോസഫ് എന്ത് നിലപാടെടുക്കുമെന്നാണ് മാണി വിഭാഗം ഉറ്റുനോക്കുന്നത്. ഒരു സീറ്റ് മാത്രമാണെങ്കിൽ അത് തങ്ങൾക്ക് വേണമെന്ന് PJ ജോസഫ് വിഭാഗം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പിളർന്നാലും ശരി, സീറ്റ് ജോസഫിന് വിട്ടുകൊടുക്കേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെയും നിലപാട്. ഈ സാഹചര്യത്തിൽ 7-ന് ചേരുന്ന കേരള കോൺഗ്രസ് നേതൃയോഗം ഇരുവിഭാഗത്തിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വേനലിൽ സൂര്യാതപത്തിനൊപ്പം പകർച്ചവ്യാധികൾക്കുമെതിരെയും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വരും ദിനങ്ങളിൽ ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും പടരാൻ സാധ്യതയേറെയാണെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. സൂര്യാതപം, ജലജന്യ, കൊതുകുജന്യ രോഗങ്ങൾ എന്നീ 3 ഘട്ടമായാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനം. വേനൽ ചൂട് ക്രമാതീതമായി ഉയർന്നിരിക്കെ സൂര്യതാപത്തോടൊപ്പം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും വ്യാപകമാകാനിടയുണ്ട്. ശുദ്ധജല ലഭ്യത കുറയുന്നത് ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേത് രോഗവും റിപ്പോർട്ട് ചെയ്യാനും അഥവാ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള ചികിത്സയ്ക്കുള്ള നടപടികളും നമ്മൾ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ കൊതുജന്യ രോഗങ്ങളുടെ കാര്യത്തിലായാലും. മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, കോളറ, ഹെപ്പറ്റൈറ്റിസ് A തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ ആരോഗ്യവകുപ്പ് ആരോഗ്യ ജാഗ്രതയിലൂടെ സ്വീകരിച്ചു വരികയാണ്. ജനങ്ങളും ഇത് പാലിക്കണമെന്ന് വകുപ്പ് അഭ്യർത്ഥിക്കുന്നു. തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, ശേഖരിച്ചു വെച്ച വെള്ളത്തിൽ കൊതുക് വളരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക, ശരീരതാപം ക്രമാതീതമായി ഉയർന്നാൽ ശക്തമായ തലവേദന, തലകറക്കം, മന്ദഗതിയിലുള്ള നാഡിയെടുപ്പ് എന്നിവ ഉണ്ടാകും. അബോധാവസ്ഥ തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട്. ഇങ്ങനെയുണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഓരോ ദിനവും ഓരോ ജില്ലകളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ കൈക്കൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.